ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ വ്ളോഗ് എടുക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി അതുപോലെ തന്നെ സങ്കടമുള്ളൊരു ദിവസമാണ്. ഇന്ന് ഞാൻ 4 വർഷത്തിന് ശേഷം ബാക്ക് ടു ജോബ് കയറുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഇച്ചുബി ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസവുമാണ്. ഞാൻ രാവിലെ തന്നെ ടിഫിൻ ബോക്സിലേക്കുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇച്ചിബിയുടെ ആദ്യത്തെ ലഞ്ച് ബോക്സ് ഞാൻ പാക്ക് ചെയ്യുകയാണ്. ഈ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഉമ്മച്ചീനെയാണ് ഓർത്തത്. ഉമ്മച്ചീൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇപ്പോൾ. എന്നാലും എന്തും വേണ്ടി എഫേർട്ടാണ് അവർ രാവിലെ എടുക്കുന്നതെന്ന് എനിക്കൊരു കുഞ്ഞായി അതിനെ സ്കൂളിൽ വിടാനാകിയപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ആണ് ഞാൻ വെക്കുന്നത് അതിൽ. അതുപോലെ തന്നെ തൈരും ഫുഡൊക്കെ കുറച്ച് അധികം തന്നെ ഞാൻ വെക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുവാണെങ്കിൽ അങ്ങനെ കഴിച്ചോട്ടെ എന്ന് കരുതി. ഉമ്മച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അധികം പാടൊന്നും ഇല്ലായിരുന്നു. ഉമ്മ എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. രാവിലെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനും കുഞ്ഞിനെ റെഡിയാക്കാനും ഒക്കെ. ഇനി അവൻ്റെ സ്നാക്ക് ബോക്സ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവരെ സ്കൂളിലേക്ക് ബേക്കറി ഐറ്റംസ് ഒന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുട്ടി അപ്പമാണ് അവന് വേണ്ടി സ്നാക്കായിട്ട് വെക്കുന്നത്. വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉപ്പുമാവ്, ദോശ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് മാത്രമേ കൊടുത്തു വിടാൻ പറ്റത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പവും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലഞ്ച് ബോക്സിലേക്ക് അപ്പം തന്നെയാണ് എടുക്കുന്നത്. എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് ഈ ചിവിനെ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വേഗം ചെല്ലാനുള്ള പാകത്തിനാണ് അങ്ങനെ ചേർത്തത്. ഈ ഫുഡ് പാക്ക് ചെയ്യുന്ന ഈ സമയമെല്ലാം എൻ്റെ മനസ്സ് ഇവിടെ ഒന്നുമല്ല. അവൻ കരയുവോ, അവൻ ആദ്യത്തെ ദിവസം എന്തായിരിക്കും, നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കാണത്തില്ലേ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് കരയുന്നതും അതുപോലെ അമ്മമാരൊക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുന്നതൊക്കെ അതുപോലൊക്കെ ആകുമോ എന്നൊക്കെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. പക്ഷെ അവൻ ഇതുവരെയും ഓക്കെയാണ്. അവൻ രാവിലെ എഴുന്നേറ്റ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഉമ്മച്ചി റെഡിയാക്കി കുളിപ്പിച്ചു. അപ്പോഴെല്ലാം അവന് സ്കൂളിൽ പോവാണെന്ന് പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. പുതിയ ബാഗ് എല്ലാം ടിഫിൻ ബോക്സ് എല്ലാ സാധനങ്ങളും പുതിയതെല്ലാം ഇട്ട് പോകണം. അവന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവനെല്ലാം റെഡി ആയതും. ഈ നിമിഷം വരെ അവനൊരു കുഴപ്പവും ഇല്ല. ഇനി അവിടെ ചെന്നിട്ട് സ്കൂളിൽ ചെന്നിട്ട് ഞങ്ങൾ കൊണ്ടാക്കി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവൻ കരയുമോ എന്നൊക്കെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ കാറിലിരിക്കുന്ന സമയത്തൊക്കെ ഉമ്മച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര വിഷമമാവുന്നു, ഞാനിന്ന് കയറുന്നില്ല, അവൻ കരയും തിരിച്ചു വരും അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാം ഉമ്മച്ചി എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, ഞാനും ഇതൊക്കെ അനുഭവിച്ച് നിന്നെയും അനിയനെയും എല്ലാം സ്കൂളിലാക്കി ഇതുപോലെ കൊണ്ടുവന്നതല്ലേ. അവന് പിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞ് പിള്ളേരെ കളിക്കാനൊക്കെ ആയി കഴിയുമ്പോൾ അവനെ മൈൻഡൊക്കെ മാറും, അവനൊരു വിഷയം ഉണ്ടായിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മച്ചി എന്നെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവരുടെ സ്കൂളെത്തി അവൻ്റെ ക്ലാസ്സിലേക്ക് പോവാണ് ഞങ്ങൾ. കുടമാളൂരുള്ള സെൻറ്റ് അൽഫോൺസ പബ്ലിക് സ്കൂളിലാണ് അവനെ ചേർത്തത്.
ഈ സ്കൂളിൻ്റെ മുൻവശത്ത് വന്ന് നിന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അവൻ ഇത്ര വലുതായോ എന്ന് ശരിക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ ജനിച്ചത് മാത്രം ഓർമ്മയുണ്ട്. കുഞ്ഞായിരിക്കുന്ന ആ ഒരു തന്നെയാണ് എൻ്റെ മനസ്സിൽ. അവൻ വലുതായി 3.5 വയസ്സായി സ്കൂളിൽ പോകാനായി എന്നൊക്കെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ പ്രയറിൻ്റെ സമയമാണ്. ഇതാണ് അവൻ്റെ ക്ലാസ് റൂം. ക്ലാസ്സിൻ്റെ അവിടെ ചെന്ന് കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറിയാൽ മതി. അവൻ ചെരുപ്പൊക്കെ വേഗം നൂറുന്നു. ഇതവരുടെ പ്ലേ സ്റ്റേഷനാണ്. അവിടുന്ന് കളിപ്പാട്ടങ്ങളും കുട്ടികളെയും മിസ്സിനെയൊക്കെ കണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ വേഗം ഉള്ളിലേക്ക് കയറാൻ പോവാണ്. എല്ലാവരും ആദ്യമായിട്ട് കാണുന്നേ ഉള്ളെങ്കിലും അവന് മുന്നേ പരിചയമുള്ള പോലെയാണ് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത്. ഈ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോയി സ്വീറ്റ്സൊക്കെ കൊടുക്കുകയാണ്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് സമാധാനമായത്. അവൻ ഹാപ്പിയാണ്, അവനൊരു കുഴപ്പമില്ല. കുട്ടികളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ വന്നതാണ്. എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് ചിരിച്ചുകൊണ്ടുള്ള വരവാണ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ അവൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയാണ് അന്നത്തെ ദിവസം വ്ളോഗൊക്കെ എടുത്തത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും തന്നെ നടന്നില്ല. അവൻ ഹാപ്പി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവനെ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ എൻ്റെ ഓഫീസിലേക്ക് പോവാണ്. മിസ്സിൻ്റെ നമ്പറൊക്കെ വാങ്ങി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവന് സങ്കടവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഇനി സങ്കടം മുഴുവനും എനിക്കായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം കഴിഞ്ഞ 3.5 വർഷമായിട്ട് എൻ്റെ കൂടെ ഇരുന്നിട്ട് പെട്ടെന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുമല്ലേ. കുറച്ച് സമയത്തേക്കോ ഉള്ളെങ്കിലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ജോലിക്കും കൂടെ കയറുന്നതുകൊണ്ടാണ് എനിക്ക് അത്രയും വിഷമമായത്. പെട്ടെന്ന് അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടായി എനിക്ക് ഇവിടെ തിരിക്കാനും പറ്റത്തില്ലല്ലോ. ഞാൻ കയറുമല്ലേ, ഫസ്റ്റ് ഡേ അല്ലേ. അങ്ങനെ എൻ്റെ ഓഫീസിലേക്ക് എത്തി. തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ്. ഇങ്ങനെ എൻ്റെ ഓഫീസെത്തി ഞാൻ ജോലിക്ക് കയറി. ഇക്കായും അച്ഛയും അമ്മച്ചിയും എല്ലാം തിരിച്ച് വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് മിസ്സ് വാട്സപ്പിൽ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ ആണിത്.
അവൻ സ്കൂളിൽ ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. പിന്നെ വൈകിട്ട് 3:30 ആയപ്പോൾ അവനെ വിളിക്കാനായിട്ട് പോവാണ്. ആ സമയത്തേക്ക് ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഇടയ്ക്ക് മിസ്സിനെ വിളിച്ചപ്പോൾ മിസ്സ് പറഞ്ഞായിരുന്നു അവൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, ഒരു കുഴപ്പവും ഇല്ല, ഞങ്ങളെ തിരക്കുന്നൊന്നുമില്ല, കുട്ടികളൊക്കെ ആയിട്ട് നല്ലപോലെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അത് കേട്ടപ്പോൾ തന്നെ നല്ല സമാധാനമായി. ആണോ? ഫ്രണ്ട്സ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സ്കൂൾ എങ്ങനെയുണ്ട്? ഇഷ്ടമാണോ? സൂപ്പറാണോ സ്കൂള്? മിസ്സുമാരെങ്ങനെയുണ്ട്? മിസ് ഇഷ്ടമാ? ഫുഡ് എന്നാ കഴിച്ചു? ചോറ് ചിക്കൻ ഫ്രൈ കഴിച്ചു. എപ്പോഴും കുഞ്ഞും ചോറ് ചിക്കൻ ഫ്രൈ കഴിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.